നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം വനിതാ വിംഗ് ഒരുക്കിയ ബൊമ്മക്കൊലു ഭക്തിസാന്ദ്രമായി. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രഥമ മുതൽ ദശമി വരെയാണ് നവരാത്രി ആഘോഷം. ഈ ആഘോഷനാളുകളിൽ ദേവീസ്തുതികളും ലളിതാ സഹസ്രനാമവും പൂജകളും ആരാധനയുമായി ഭക്തിസാന്ദ്രമാക്കുകയാണ് ഓരോ വീടുകളിലെയും സുമംഗലികളും കന്യകമാരും. ഈ റിപ്പോർട്ടോടുകൂടി ലൈവ് റിപ്പോർട്ട്സ് ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം തുടരും. ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിയെയും പിന്നത്തെ 3 ദിവസം ലക്ഷ്മി ദേവിയെയും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയെയുമാണ് നവരാത്രി നാളുകളിൽ ആരാധന നടത്തുന്നത്. എല്ലാ ദിവസങ്ങളിലും സുമംഗലിമാരും കന്യകമാരും വിളക്ക് വെച്ച് പൂജ ചെയ്ത് ലളിത സഹസ്രനാമവും പ്രത്യേക ദേവീസ്തുതികളും ചൊല്ലി ദേവിയെ ആരാധിക്കും. കുഞ്ചര കുംഭകുചേ ജയ ജയ ഗേ മഹിഷാസുരമർദിനി രമ്യകവർദിനി ശൈലസുതേ വിദിത സഹസ്രകരൈക സഹസ്രകരൈക സഹസ്രകരൈകനുതേ കിരസുരതാരക ശങ്കരതാരക ശങ്കരതാരക സൂനുസുതേ സുരത സമാധി സമാന സമാധി 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 സുജാധരതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകവർദിനി ശൈലസുതേ. ഇതിനിടയിൽ ആയുധ പൂജയും പുസ്തക പൂജയും നടക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായ നവമി ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടാകും. തുടങ്ങുന്നതിന് മുമ്പ് വിളക്ക് പൂജ ചെയ്യും. അതിനുശേഷം ലളിതാ സഹസ്രനാമം വായിക്കും. ഐകീര്യനന്ദിനി ശ്ലോകങ്ങളൊക്കെ ചൊല്ലും ദേവിയുടെ. പിന്നെ എല്ലാവർക്കും ദീപാരാധന കാണിച്ച് നൈവേദ്യം ശേഷം എല്ലാവർക്കും താമ്പൂലം വിതരണം ചെയ്യും, പ്രസാദം വിതരണം ചെയ്യും. ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട്. ദമ്പതി പൂജ, കന്യാപൂജ, ബ്രഹ്മചാരി പൂജ, വിളക്ക് പൂജ, സുഹാസിനി പൂജ തുടങ്ങി നിരവധി പൂജകൾ നടക്കും. നവരാത്രി ആഘോഷത്തിന്റെ പ്രത്യേകതകൾ എന്തെന്ന് ബ്രാഹ്മണ സമൂഹം വൈസ് പ്രസിഡന്റായ GV രാമനാഥ അയ്യർ നമ്മോട് പറഞ്ഞു തരും. ഭാരതത്തിൻ്റെ മഹോത്സവമാണ് നവരാത്രി. പല സംസ്ഥാനങ്ങളിലും പല പേരുകളിലും നവരാത്രി ആഘോഷിച്ചു വരുന്നുണ്ട്. അസുരന്മാരുടെ തിന്മകൾ സഹിക്കവയ്യാതെ, ദുഷ്പ്രവൃത്തി സഹിക്കവയ്യാതെ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ശക്തിസ്വരൂപിണിയായ ദേവിയെ അവരെ നിഗ്രഹിക്കാനായി ശക്തിസ്വരൂപിണിയോട് കൽപ്പിക്കുന്നത് പോലെ ശക്തിസ്വരൂപിണിയാകട്ടെ അതിന് 10 ദിവസം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് പറഞ്ഞ മാതിരി കന്നിമാസത്തിലെ കർത്തവന് ശേഷം പ്രഥമ തുടങ്ങി നവമിയിൽ അവസാനിക്കുന്ന 9 ദിവസങ്ങളിൽ ശക്തിസ്വരൂപിണിയായ ദേവി അസുരന്മാരെ നന്മകൾ ഉപദേശിച്ചെങ്കിലും അവരെ ചെവിക്കൊള്ളാതാവുകയും 10ാം ദിവസമായ ദശമി ദിവസം ശക്തിസ്വരൂപിണി ഉഗ്രസ്വരൂപം പൂണ്ട് അസുരന്മാരെ വധിക്കുന്നു എന്നതാണ് നവരാത്രിയുടെ ഐതിഹ്യം. ആ ദശമി ദിവസത്തെ ആ വിജയത്തിന് ആഘോഷം കൊണ്ടാണ് വിജയദശമി എന്ന് ആഘോഷിക്കുന്നത്. സാധാരണയായി ഗീതത്തിനും വാദ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതേമാതിരി ജപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നവരാത്രി ആഘോഷിക്കുന്നുണ്ട്. വീടും ക്ഷേത്രങ്ങളും നവരാത്രി ആഘോഷത്തിൻ്റെ ഭക്തി ലഹരിയിലാണ്. ക്ഷേത്രങ്ങളിൽ സംഗീത കച്ചേരിയും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. രാജു ഗുരുവായൂർ, ജനൻ TV.